നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് പൊളിച്ചടുക്കിക്കൊണ്ട് പുതുയുഗം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് അവർ യുവേഫ സൂപ്പർ കപ്പിൽ അറ്റ്ലാന്റിക് മേൽ നേടിയിരിക്കുന്നത്. സൂപ്പർ താരങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ജൂഡ് ബെല്ലിംഗ്ഹാമിന് അസിസ്റ്റ്, അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. വിനി ജൂനിയർക്ക് അസിസ്റ്റ്. അരങ്ങേറ്റം കുറിച്ച് കിലിൻ എംബാപ്പെ ഗോളടിച്ചു, ഫെഡ് വാൽവെർദെ ഗോളടിച്ചു. അങ്ങനെ തകർപ്പൻ ജയം സ്വന്തമാക്കിയ ആ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. റയൽ മാഡ്രിഡിന്റെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് 7.35. അതേസമയം അറ്റ്ലാന്റയുടെ മൊത്തം പ്രകടനത്തിലെ റേറ്റിംഗ് 6.84. റയലിന്റെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവ 6.8, ഡിഫൻസിൽ ഡാനി കർവാഹൽ 7.1, എദർ മിലിറ്റാവോ മികച്ച പ്രകടനമാണ് താരം നടത്തിയത്, റേറ്റിംഗ് 7.8, ആന്റോണിയോ റൂഡിഗർ 7.1, ഫെർലാൻ മെൻഡി 7.1, മധ്യനിരയിൽ ഫെഡ് വാൽവെർദെ അദ്ദേഹത്തിന്റെ വക ഗോൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.8, ഔർലിൻ ഷുവാമനി 7.2, ജൂഡ് ബെല്ലിംഗ്ഹാം ഒരിക്കൽ കൂടി പൊളിച്ചെടുക്കുന്ന പ്രകടനം 9.3 അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ്. മുന്നേറ്റത്തിൽ റോഡ്രിഗോ 7.1, കിലിൻ എംബാപ്പെ ഗോളുമായിട്ട് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു, റേറ്റിംഗ് 7.7, വിനി ജൂനിയർ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിൽ 7.2 റേറ്റിംഗ്. റയലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ലൂക്ക മോഡ്രിച്ച് 76ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോക്ക് പകരം കളിക്കളത്തിലേക്ക് വന്നു, റേറ്റിംഗ് 6.8. ബ്രാഹിം ഡയസ് 83ാമത്തെ മിനിറ്റില് കിലിൻ എംബാപ്പയ്ക്ക് പകരം കളിക്കളത്തിലേക്ക് വന്നു, റേറ്റിംഗ് 6.5. ആർദ ഗ്യൂളറും ലൂക്കാസ് വാസ്കസും ഡാനി സെബയോസും ഒക്കെ കളിക്കളത്തിലേക്ക് വന്നെങ്കിലും അത് അവസാന നിമിഷങ്ങളിലായതിനാൽ നമ്മൾ അവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നില്ല. എന്തായാലും പൊളിച്ചടുക്കിയ പ്രകടനത്തോടുകൂടി റയൽ മാഡ്രിഡ് ആ പുതിയ സീസണിന് തുടക്കമിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.